ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു പന്നി ഇറച്ചി തോരൻ, പോർക്കിൻ്റെ തോരൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനാവശ്യമായിട്ടുള്ള പന്നി ഇറച്ചി നമ്മൾ കഴുകി നീറ്റാക്കി ഒരു കുക്കറിലോട്ട് ഇടണം. ഇട്ടിട്ട് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ മറക്കണ്ട. എന്നിട്ട് വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട, അതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഒരു പാൻ, അതായത് ഇത് ഉണ്ടാക്കാനുള്ള പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കടുക് വറുത്തിട്ട് അതിലോട്ട് സവാള ഇടണം. സവാള ഒരു മീഡിയം സൈസിന് അരിഞ്ഞ്, അതായത് കാണുന്നൊരു സൈസിലരിഞ്ഞ് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്ക് അതിലോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം. കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് പച്ചമുളകും ഇട്ട് കൊടുക്കണം. പച്ചമുളകും ഇട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് കുറച്ചൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ടിടാനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ മീനിലൊക്കെ മൂപ്പിക്കുമല്ലോ, അതുപോലെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഉള്ളി സവാളയൊക്കെ ഒരു വിധം ഒന്ന് റെഡിയായി വരുമ്പോൾ ഈ വെന്തിരിക്കുന്ന മീറ്റ് അതിലോട്ടിട്ട് നന്നായിട്ട് ഇറങ്ങണം. അതിൽ വെള്ളം അത്യാവശ്യം ഊറി ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ. അപ്പോൾ നമ്മളതിനെ നന്നായിട്ട് അതിലോട്ട് തട്ടിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആ സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുരുമുളക് എടുത്തിട്ട്, മുഴുവൻ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ മുഴുവൻ കുരുമുളകേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെടുത്തിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചതയ്ക്കുമ്പോഴത്തേക്ക് ഫൈനായിട്ട് കിട്ടില്ലല്ലോ, ഫൈൻ പൊടിയായിട്ട് കിട്ടില്ല. നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് കടിക്കാൻ പറ്റുന്ന പരുവത്തിനാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കോരിയെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങയിലോട്ട് ഈ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളക് പൊടി, പിന്നെ നമ്മൾ വറുത്ത് പൊടിക്കുന്ന മസാല, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് ഒരടി അടിക്കണമെങ്കിൽ അടിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരുവിധം വെള്ളം വറ്റിയിരിക്കുന്ന ആ മീറ്റിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയുടെ മിക്സും കൂടെ ഇട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതായത് ഉപ്പോ മറ്റോ ഒക്കെ കുറവുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിൽ കൂടെ മിക്സ് ചെയ്ത് മൂപ്പിച്ച് വറുത്തെടുത്താൽ നമ്മളുടെ പോർക്ക് ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇച്ചിരി കപ്പയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളുടെ പോർക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗായ്സ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.